വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഔദ്യോഗിക കാർ എത്താൻ വൈകിയതിനെ തുടർന്ന് സ്വരാജ് റൗണ്ടിൽ നിന്നും ഓട്ടോയിൽ കയറി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടങ്ങി. ശിവരാത്രി മഹാപരിക്രമ യാത്രയ്ക്കിടയിലായിരുന്നു സംഭവം. വാഹനം പാർക്ക് ചെയ്തത് വടക്കുംനാഥ ക്ഷേത്രത്തിന് അകത്തായിരുന്നു. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, സ്വാഭാവികമായും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. വാഹനം അകത്താണ് പാർക്ക് ചെയ്തത്. പുറത്തേക്ക് വരാൻ അല്പം സമയമെടുത്തു. അതിന് പിന്നാലെയാണോ സുരേഷ് ഗോപി ഓട്ടോയിൽ കയറി മടങ്ങിയത്? ലിജിൻ, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ സുരേഷ് ഗോപി വാഹനം എത്താൻ വൈകിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ പിടിച്ചു പോകുന്ന സംഭവമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഭാരത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സുരേഷ് ഗോപി തന്റെ ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷ പിടിച്ചു പോയത് വലിയ വാർത്തയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഈ വാഹനം എത്താൻ വൈകിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ വിളിച്ച് സുരേഷ് ഗോപി പോകുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്ന് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട പരിക്രമ യാത്ര നടന്നിരുന്നു. സ്വരാജ് റൗണ്ട് മുക്തം വരിച്ച യാത്ര അവസാനിച്ച സമയത്ത് സുരേഷ് ഗോപി ഈ ഒരു സ്വരാജ് റൗണ്ടിൽ ആ റോഡിന് മധ്യത്തിലായിരുന്നു ഈ യാത്ര അവസാനിച്ചത്. അവിടെ നിൽക്കുകയായിരുന്നു. ഈ ഔദ്യോഗിക വാഹനം നടുവിലാൽ ഭാഗത്തുള്ള ഈ അമ്പലത്തിലേക്ക് അകത്തേക്കുള്ള റൂട്ടിലായിരുന്നു ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഔദ്യോഗിക വാഹനം സുരേഷ് ഗോപിക്ക് അരികിൽ എത്താത്തതിനെ തുടർന്നാണ് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ വിളിച്ച സുരേഷ് ഗോപിയും ഗൺമാനും ആ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കൂടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകൻ പറയുന്നുണ്ട്, സാർ കാർ ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നോക്കാതെ ഉടനെ തന്നെ അടുത്തുള്ള ഓട്ടോറിക്ഷ വിളിച്ച് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ അതിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെയും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ കയറി പോയത് വലിയ വാർത്തയായിരുന്നു. ഇത് ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. കേന്ദ്ര സഹമന്ത്രി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കയറി പോകാൻ പാടുള്ളതല്ല എന്നുള്ളത് അറിയാം. മാത്രമല്ല ഔദ്യോഗിക കാറ് കൃത്യസമയത്ത് എത്താതിരുന്നതും വേണമെങ്കിൽ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കാവുന്നതാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും കേന്ദ്രമന്ത്രിയും MP-യുമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യസമയത്ത് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളിൽ കയറി പോകുന്നത് അത് പ്രോട്ടോകോൾ ലംഘനം അല്ലെങ്കിൽ പ്രോട്ടോകോളിനെതിരെയാണെന്നോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയാണോ എന്നൊക്കെ പറയാൻ അത്തരത്തിലുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ ഔദ്യോഗിക വാഹനം എത്താൻ വൈകിയതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ വിളിച്ചത് എന്ന് തന്നെയാണ് അതുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നമ്മോട് പറയുന്നത്. അത് കൃത്യസമയത്ത് വാഹനം എത്താത്തതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ വിളിച്ച അദ്ദേഹം കയറുകയായിരുന്നു. അദ്ദേഹം പുറകിലും അദ്ദേഹത്തിന്റെ ഗൺമാൻ ഓട്ടോറിക്ഷയുടെ മുൻവശത്തും ഡ്രൈവറോട് ചേർന്നും ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഇരുന്നാണ് ഓട്ടോറിക്ഷയിൽ അദ്ദേഹം ഈ ഒരു ഇവിടെ നിന്നും രാമനിലയത്തിലേക്കാണ് പോയത്. ഈ റൗണ്ടിൽ നിന്നും രാമനിലയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കയറി സുരേഷ് ഗോപി ഈ പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ലിജി, ശരി, വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഔദ്യോഗിക കാർ എത്താൻ വൈകിയത്. അതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓട്ടോയിൽ കയറി മടങ്ങുകയും ചെയ്തത്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.